മലയാള സിനിമയിലും നിയമരംഗത്തും കോളിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസ് സിനിമയിലെ ലിംഗാധിഷ്ഠിത അക്രമവും സ്ത്രീകളുടെ സുരക്ഷയും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഒരു സാധാരണ ക്രിമിനൽ കേസായി പരിണമിച്ചു പോകാമായിരുന്ന ഈ സംഭവത്തിൽ നടൻ ദിലീപിനെ പ്രതി ചേർത്തതോടെയാണ് അസാധാരണ തലത്തിലേക്ക് എത്തുന്നത്. പിന്നീടാണ് കേരളത്തിലെ സ്ത്രീ സുരക്ഷയെ പറ്റിയുള്ള ചർച്ചകൾ ഉയർന്നത്. സാക്ഷിയായ കാലത്തെ അവഹേളിക്കും വിധം കേസിലെ വിചാരണ നടപടികൾ ഇഴഞ്ഞു നീങ്ങിയിരുന്നു. തൊഴിൽ കഴിഞ്ഞ് മടങ്ങവേ ഓടുന്ന വാഹനത്തിലാണ് ഒരു യുവനടി തിരക്ക് പിടിച്ച വഴിയിൽ അക്രമത്തിനിരയാകുന്നത്. ആ അതിക്രമത്തെ അതിജീവിക്കാൻ ആ നടിക്ക് പിന്തുണയേകി നിരവധി സഹപ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. സിനിമയിലെ സുഹൃത്തുക്കൾ അവളോട് ഐക്യപ്പെട്ടാണ് വുമൺ ഇൻ സിനിമ കളക്റ്റീവ്, അതായത് WCC എന്ന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് എത്തിയത്. WCC തുടങ്ങിയ അവൾക്കൊപ്പം ക്യാമ്പയിൻ അതിവേഗം ചർച്ച ചെയ്തു. സ്ത്രീകളുടെ സുരക്ഷയിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഭരണകൂട സംവിധാനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. നിരവധി നിയമ പോരാട്ടങ്ങൾക്ക് ഇവർ തയ്യാറായി. സിനിമയിലെ സ്ത്രീകളുടെ ശബ്ദമായി മാറാനും ഒരു പരിധിവരെ സാധിച്ചു. എന്നാൽ നിലവിൽ പ്രസ്താവനകളിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് ഈ സംഘടനയും എത്തപ്പെട്ടു തുടങ്ങി. കേസിലെ തെളിവായി കോടതിയിൽ നൽകിയ ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടോ എന്ന് പരാതിക്കാരി ഭയപ്പെട്ടതോടെ സ്ത്രീയുടെ സ്വകാര്യതയ്ക്ക് എന്ത് ഗ്യാരണ്ടി എന്ന ചോദ്യവും ഉയർന്നു. കോടതിയുടെ പരിഗണനയിലിരിക്കെ കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്നത് പരാതികളുടെ ഗൗരവം കൂട്ടുന്നതാണ്. നടിയെ ആക്രമിച്ച കേസിനൊപ്പം കേരളം ചർച്ച ചെയ്ത ഒന്നാണ് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടും. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിലും വർഷങ്ങൾ ഫ്രീസറിൽ സൂക്ഷിച്ചു. ഹൈക്കോടതി ഇടപെട്ട് റിപ്പോർട്ട് വെട്ടലും തിരുത്തലും വരുത്തി പുറത്തുവിട്ടു. മൊഴി നൽകിയവരെ കണ്ടെത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും ഒരു കേസ് പോലും ഇന്നീ വിഷയത്തിൽ നിലവിലില്ല. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയവർ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ലെന്ന കാരണത്താൽ അന്വേഷണം അവസാനിപ്പിച്ചു. കോടികൾ മുടക്കി റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്തിനെന്ന ചോദ്യം മാത്രം ബാക്കിയായി. വിശാഖ കേസിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സിനിമാ സംഘടനയായ അമ്മയിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി വേണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചത് WCC ആണ്. എന്നാൽ ഓരോ സിനിമാ സൈറ്റുകളിലും ആഭ്യന്തര പരാതി പരിഹാര സമിതി എന്ന നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചത്. ഇന്ന് എത്ര സിനിമാ സൈറ്റുകളിൽ ICC പ്രവർത്തിക്കുന്നുണ്ടെന്ന് അന്വേഷിച്ചാലറിയാം സ്ത്രീ സുരക്ഷയുടെ അവസ്ഥ. സിനിമാ രംഗത്തെ വനിതകൾ നേരിടുന്ന ചൂഷണവും വിവേചനവും അടക്കം തടയാൻ ലക്ഷ്യമിടുന്ന സിനിമാ നയത്തിന്റെ കരട് തയ്യാറാക്കി. എന്നാൽ 8 വർഷത്തിനു ശേഷവും നിയമനിർമ്മാണം ഇതുവരെയും ആയിട്ടില്ലെന്നതിൽ എത്തി നിൽക്കുന്നു സ്ത്രീ സുരക്ഷ.